ഹെലികോപ്റ്റർ ഡിസൈൻ ഡയറക്ടറാണ്. സാർ സദേൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ റിച്ചാർഡ് ലൂയിസ്, സാർ സദേൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഡയറക്ടറാണ് കുമാർ സേഠ്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് പങ്കെടുക്കുന്നത്. നമ്മൾ ചാലക്കുടിയിൽ നമുക്കറിയുന്നത് പോലെ തന്നെ സദേൺ എഞ്ചിനീയറിംഗ് കോളേജ് 1955 ആരംഭിച്ച കോളേജാണ്. അവിടെ ഫസ്റ്റത്തെ ഏവിയേഷൻ കോളേജ് എന്നൊക്കെ നമുക്ക് പറയാം, അതിനെക്കുറിച്ച് സാർ പറയും. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിപ്സൺ എന്ന് പറഞ്ഞ കമ്പനിയും അവിടെ സിറ്റുവേറ്റ് ചെയ്തിപ്പോൾ വന്നിട്ടുള്ളത്. അവരുടെ ഹെലികോപ്റ്റേഴ്സ്, ഇവരുടെ അതുപോലെ തന്നെ ഫ്ലൈറ്റ്, അതിൻ്റെ എൻജിൻസ് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അതൊരു ഏവിയേഷൻ എക്സ്പോ ആയിട്ടും അത് കുട്ടികളെ പരിചയപ്പെടുത്തുന്ന പ്രോജക്റ്റായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ JBH Fly സ്പോൺസറായിട്ടാണ് വന്നത്. ശരിക്കും ഈവൻ്റ് കോർഡിനേഷനും സ്പോൺസറായിട്ടാണ് JBH Fly. നമുക്ക് ഇതിൽ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് കാലത്ത് 8:30 മണിക്ക് അവിടെ വരാൻ പറ്റും. ഇവിടെ CMI പബ്ലിക് സ്കൂളിലാണ് നമ്മൾ കുട്ടികളെ ഗ്യാദർ ചെയ്യിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനനുസരിച്ച് ഒത്തിരി കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് വരാൻ തയ്യാറാണ്, അല്ലാതെയും വരാൻ തയ്യാറാണ്. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് CMI പബ്ലിക് സ്കൂളിൻ്റെ പെർമിഷനോട് കൂടി തന്നെ അവിടെ കുട്ടികൾ വരികയും അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ 8:30 മണിക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കുക. 9 മണിക്ക് ഇതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ നടത്തും. അത് നമ്മുടെ മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദു മാഡം തന്നെയാണ്. മാഡം 9 മണിക്ക് വന്നാൽ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു. അതിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിൽ നമ്മുടെ MLA അതുപോലെ തന്നെ ചെയർമാനും മറ്റ് അതിഥികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ വെച്ച് തന്നെ നമ്മൾ ഒരു ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷനാണ് നടത്തുന്നത്. അതായത് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മൊബൈൽ കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ വരുന്ന കുട്ടികളെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ മൊബൈലിൽ നമ്മൾ അപ്പം തന്നെ, അതായത് ഈ പ്രോഗ്രാം ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ കരിയറിനെ കുറിച്ചുള്ള ഒരു ടോക്ക് കൂടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നേരെ ഇതിൻ്റെ മൊബൈലിൽ നമ്മൾ ഒരു 2000 വരുന്ന കുട്ടികളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ വന്ന മൊബൈലിൽ നമ്മൾ ഇവിടെ എക്സ് കോമ്പറ്റീഷൻ നടത്തുന്നു. അതിൽ നിന്ന് ഒരു 100 പേരെ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് 50 പേരെ, 25 പേരെ വീണ്ടും എടുക്കുന്നു. അവർ വരുന്നത് സദേൺ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഫൈനൽ റൗണ്ട് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് വിജയിക്കുന്ന 5 പേരെയാണ് ഫ്രീ ആയിട്ട്, തികച്ചും ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യാൻ ഉള്ള പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ കാണാനുള്ള ഒത്തിരി കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് റിച്ചാർഡ് സാറ്. ഗുഡ് മോർണിംഗ്. ഞാൻ റിച്ചാർഡ്, സദേൺ കോളേജിൻ്റെ പാർട്ട്ണർ ആൻഡ് ഓൾസോ അക്കൗണ്ടബിൾ മാനേജറാണ്. നമ്മൾ ഈ പറഞ്ഞ എക്സ്പോ 16-ാം തീയതി നടത്താനുള്ള ഇതിനകത്ത് നമ്മുടെ കോളേജിൽ തന്നെ ഉള്ള എയർക്രാഫ്റ്റ്സും അതിൻ്റെ മെഷീനറീസും അതിൻ്റെ ഏവിയേഷൻ ടൂൾസ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാണ്ട് ഏവിയേഷൻ എക്സ്പേർട്സ് ഞാൻ 2 പേരെ കൊണ്ടുവരേണ്ടത്. ഓൾമോസ്റ്റ് ഒരാൾക്ക് 40 years, മിസ്റ്റർ MP ചാക്കോ, ആൻഡ് ഹീസ് അവർ ചീഫ് ട്രെയിനിങ് മാനേജർ. രണ്ടാമത്തെ ഐ എം ബ്രിങ്ങിങ് എ പേഴ്സൺ ഫ്രം ഡൽഹി. ഹീ ഈസ് ദി ഹെഡ് ഓഫ് CEOs ഓഫ് മെനി aviation companies and also from SpiceJet, Mr. Mark D. Martins. പുള്ളി ഉണ്ടാവും ഏവിയേഷൻ എക്സ്പേർട്ടായിട്ട്. അവിടെ അന്നത്തെ ദിവസം കുട്ടികൾക്ക് ഏവിയേഷനെ പറ്റി ഡൗട്ട്സും അവരുടെ കരിയർ ഗ്രോത്തും അവർ ഏവിയേഷൻ്റെ ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവർ ജീവിതത്തിൽ, ഇതൊക്കെ അവർക്ക് കുട്ടികൾക്ക് അവിടെ വന്നിട്ട് വിശദമായിട്ട് ഒരു ഓപ്പൺ ഹൗസ് പോലെ അവിടെ നടത്താനുള്ള പ്ലാനിലുണ്ട് സദേൺ കോളേജ് ക്യാമ്പസിൽ തന്നെ. ഇത് കൂടാണ്ട് നമ്മൾ എങ്ങനെ ഒരു ഏവിയേഷൻ ഫീൽഡിലേക്ക് കയറാനും ഈ ഏവിയേഷൻ്റെ ബാക്ക് ബോൺ ശരിക്കും പറഞ്ഞ ഏവിയേഷൻ എഞ്ചിനീയേഴ്സാണ്. നമ്മളെല്ലാവരും പൈലറ്റ്സ് കേട്ടിട്ടുണ്ട്, എയറോസ്റ്റസ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഏവിയേഷൻ്റെ ബാക്ക് ബോൺ ഇസ് ആക്ച്വലി ദി ഏവിയേഷൻ എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളവിടെ പഠിപ്പിക്കാനും ഡിസ്പ്ലേക്ക് കാണാനായിട്ട് വെക്കാൻ പോകുന്നത്. നമുക്കവിടെ ഉള്ള എയർക്രാഫ്റ്റ്സ് എന്ന് വെച്ചാൽ വി ഹാവ് വിൻറ്റേജ് എയർക്രാഫ്റ്റ്സ് ഓൾസോ ആൻഡ് വി ഓൾസോ ഹാവ് ദി മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എയർക്രാഫ്റ്റ്സ് ഓൾസോ. ലിയർജെറ്റ്, സെസ്ന, വിൻറ്റേജ് എയർക്രാഫ്റ്റ്സ് എന്ന് പറയുമ്പം HT2 ഉണ്ട്, ടൈഗർ മോത്ത് ഉണ്ട്. ടൈഗർ മോത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണ ഒരു പഴയ ഏവിയേഷൻ സ്കൂൾ ആയതുകൊണ്ട്, അതായത് 1955 മുതലാണ് സദേൺ കോളേജ് തുടങ്ങിയത്. അപ്പോൾ വി ഹാവ് തിങ്സ് ഫ്രം ദോസ് ഡേയ്സ് ഓൺവേർഡ്സ്. ഏവിയേഷൻ ഫീൽഡിൽ നമുക്ക് അത് ഗ്യാദർ ചെയ്യാൻ പറ്റി. ചിലപ്പം പല സ്കൂൾസിന് അത് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു എക്സ്പോ രീതിയിൽ പിള്ളേരെ കാണിക്കാനും ജനങ്ങളും കാണിക്കാനായിട്ട് we will definitely welcome you all to Southern College on 16th of June, Sunday. Thank you.
JB Edufly ആണ് ഒരു സൈഡ് മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ചിപ്സൺ ഏവിയേഷനും സദേൺ കോളേജും ജോയിൻ്റ്ലി ആണ് നമുക്ക് ഏവിയേഷനിൽ എക്സ്പോ സദേൺ കോളേജ് ക്യാമ്പസിൽ തന്നെയാണ് നടത്തുന്നത്. മറ്റേ കുട്ടികൾക്ക് കോമ്പറ്റീഷന്റെ ഫസ്റ്റ് റൗണ്ടും ഇനാഗ്രേഷൻ പാർട്ടൊക്കെ നടക്കുന്നത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അവിടെയാണ് പാർക്കിങ്ങിന് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ സെമി പബ്ലിക്കിലാവുന്നത്. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേര് ഓഡിറ്റോറിയം ഫെസിലിറ്റീസ് ഒക്കെ. അപ്പോൾ അച്ഛൻ സമ്മതിച്ചു, അച്ഛനും അതിന്റെ പാർട്ടായി. അങ്ങനെ അവിടെ നമ്മൾ കുട്ടികളെ അവിടെ ഗ്യാദർ ചെയ്തിട്ട് സെമി പബ്ലിക് സ്കൂളിലാണ് ഫസ്റ്റ് ഇനോഗ്രൽ പാർട്ടും ക്വിസ് കോമ്പറ്റീഷന്റെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി കുട്ടികൾക്ക് എവിടേക്ക് വരാം? ദേ ക്യാൻ കം ടു സദേൺ എഞ്ചിനീയറിംഗ് കോളേജ്, ക്യാൻ സീ ദിസ് ഓൾ ദിസ് ഈ പറയുന്ന എക്സ്പെരിമെന്റ് എല്ലാം കാണാൻ പറ്റും. അതിന്റെ ക്വിസ് കോമ്പറ്റീഷന്റെ ഫൈനൽ റൗണ്ട് ഈസ് ഹാപ്പനിങ് അറ്റ് എൻട്രി ഫ്രീ ഫീസ് ഒന്നുമില്ല. ആർക്ക് എഡ്യൂക്കേഷണൽ പോലെ കാരണം വെച്ചാൽ നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ ഏവിയേഷൻ എഡ്യൂക്കേഷണൽ കയറുന്നത് ഫസ്റ്റ് ടൈം ഐ തിങ്ക് കേരളത്തിൽ ഡോക്ടർ ഫ്ലൈയിങ് ഇതുവരെ ആരും കൊടുത്തില്ല. ഒരു കിസ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈയിങ് കൊടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതെ അതെ അതെ, അല്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പബ്ലിക്കിന് ഓപ്പൺ ആണ്. പബ്ലിക്കിന് ഓപ്പൺ കമന്റ് ചെയ്യാൻ എല്ലാവർക്കും കാണാനും ഇതൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വിജയികൾക്ക് മാത്രമാണ് ഫ്രീ ആയിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അല്ല ഈ പ്രോഗ്രാം ഫ്ലൈയിങ് ഒരു മാക്സിമം ഓഫ് 7 to 8 minutes ആണ് അതിൽ ഫ്ലൈ ചെയ്യാം. അതൊക്കെ അപ്പോഴേക്കും ഉണ്ടാവും. കുട്ടികൾ വിജയികൾക്ക് മാത്രമാണ് ഇങ്ങനെ സൗകര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആക്ച്വലി നമ്മുടെ ഏവിയേഷൻ. കാരണം എനിക്ക് തോന്നാനില്ല ഇന്ത്യയിൽ ഇത്തരം കോളേജസ് ഇത്ര എക്വിപ്ഡ് ആയിട്ട് ഇത്രയും ഏവിയേഷൻ എൻജിൻസും എയർക്രാഫ്റ്റ്സ് ഒക്കെ ഉള്ള കോളേജസ് ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ല. ചാലക്കുടിയിലുള്ളവർക്ക് തന്നെ അതിനെ കുറിച്ച് വേറെ ഉണ്ട് പക്ഷേ ഇത്ര എക്വിപ്ഡ് ഇല്ല. സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, 2000 മറ്റേ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ച് താഴെയിട്ടപ്പം ഇത് ഒരു ഏവിയേഷൻ ബോംബാണ് അവർ ഉപയോഗിച്ചത്. അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ബാൻ ഒരിടക്ക് വന്നായിരുന്നു. അപ്പം അങ്ങനെ ആ ടൈമിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് വിദേശികൾക്ക് സ്റ്റോപ്പ് ആയത്. പക്ഷെ ഇപ്പം നമ്മൾ എടുക്കുന്നുണ്ട് 2-3 പേര് അപ്രോച്ച്ഡ് അസ്. അപ്പോൾ അവർക്ക് വിസയും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി കൊണ്ടുവന്നു ത്രൂ DGCA. നമുക്ക് ഇപ്പോൾ ഈ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ 2 years ആണ് ഇപ്പം. ബട്ട് വി മേ ചേഞ്ച് ടു 3 years ഫ്രം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്. എന്ന് വെച്ചാൽ DGCയുടെ റൂൾ അനുസരിച്ചിട്ട് വി ഹാവ് ടു ചേഞ്ച്. DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. നമുക്കിപ്പോൾ പ്രസന്റ്ലി 2 കോഴ്സാണ് ഉള്ളത് അവിടെ. ഒന്ന് ഇയാസയുടെയും ഒന്ന് DGCയുടെ. ഇയാസ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി അതോറിറ്റി. അതായത് യൂറോപ്പിൽ പോകണമെങ്കിൽ യു നീഡ് ദി യൂറോപ്യൻ ലൈസൻസ്. യൂറോപ്യൻ കമ്പനീസ് എയർക്രാഫ്റ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ലൈസൻസ് അവർ ഡിമാൻഡ് ചെയ്യും. DGCയുടെ ലൈസൻസ് ആണെങ്കിൽ 180 കൺട്രീസിൽ വാലിഡ് ആണ്. പക്ഷെ ചിലപ്പം ചില ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ലൈസൻസ് വയ്ക്കും. ഇപ്പോൾ ഇന്ത്യൻ ഡോക്ടർ ഇസ് ഗോയിങ് ടു പ്രാക്ടീസ് ഇൻ ഓസ്ട്രേലിയ. അവർ ഓസ്ട്രേലിയൻ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതല്ല. സെയിം വേ യു വിൽ ഹാവ് ടു ഡു യുവർ റിയാസ് എക്സാമിനേഷൻ. സെയിം സബ്ജക്ട് സെയിം മാറ്റർ, ഓൺലി തിങ് ലൈസൻസ് ഇസ് ഗിവൻ ബൈ ഡിഫറെൻറ്റ്. ഇപ്പോൾ അമേരിക്ക പോയ FAA എന്ന് പറയും, ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി. അപ്പോൾ അങ്ങനെയാണ് DGCയിൽ ഇന്ത്യ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അണ്ടർ ദ സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഏവിയേഷന് കീഴിലാണ് DGCA. ഇല്ല, ചില കൺട്രീസിൽ ചോദിക്കാം. ഓൺലി ഫോർ സർട്ടൻ കൺട്രീസ് ദേ ഹാവ് സർട്ടൻ റൂൾസ്. അവരുടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് വന്നിട്ട് അമേരിക്ക പഠിച്ചാൽ കിട്ടൂല. അമേരിക്കൻ സ്റ്റുഡൻറ്റ് വന്നിട്ട് ഇന്ത്യ ഈ മറ്റേ DGCA ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ ദേ ഹാവ് ടു ഡു DGCA ലൈസൻസ്. കാരണം അതാണ് ആ കൺട്രി. ആ ബ്ലാങ്കറ്റ് റൂൾ നേരത്തെ വന്നിട്ടുണ്ടായി 2000-ൽ. ദി ഏവിയേഷൻ റൂൾസ് അവർ സ്ട്രിക്റ്റ് ആക്കി. അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് കനോട്ട് ഗോ ടു അമേരിക്ക, അമേരിക്കൻ ലൈസൻസ് കനോട്ട് കം ടു ഇന്ത്യ ഓൾസോ.